എൻ്റെ പിതാവ് ഒരു സുവിശേഷ പ്രസംഗം കേട്ടതുകൊണ്ടാണ് എനിക്കിന്നിവിടെ നിങ്ങളോട് പ്രസംഗിക്കേണ്ടതായിട്ട് വന്നത്. ഒരു സുവിശേഷ പ്രസംഗം എൻ്റെ പിതാവ് കേൾക്കാനിടയായി. അപ്പം നിങ്ങൾ വിചാരിക്കും മാർത്തോമാ സഭയിൽ ഒരു അച്ഛൻ്റെ അപ്പൻ സുവിശേഷ പ്രസംഗം കേൾക്കുന്ന വലിയ കാര്യമാണ്. കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയല്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ നായന്മാരാണ്. എൻ്റെ പിതാവിൻ്റെ വീട് കടമ്മനിട്ടയിലാണ്. കടമ്മനിട്ട വഴിത്താനത്ത് മേച്ചേരിപ്പറമ്പിൽ കൃഷ്ണപിള്ളയാണ് എൻ്റെ പിതാവ്. എൻ്റെ അമ്മച്ചി റാന്നി കീക്കഴൂർ മുണ്ടപ്ലാക്കൽ വലിയകാലായ ദേവകിയമ്മ. രണ്ടും നല്ല രണ്ട് ഓർത്തഡോക്സ് നായർ ഫാമിലീസാണ്. നല്ല ചുറ്റുപാടുകളൊക്കെയുള്ള ഫാമിലീസാണ്. പക്ഷേ എൻ്റെ അമ്മച്ചി നാമം ജപിക്കുന്ന നരകത്തീന്ന് എന്നെ കരകയറ്റിയിടണേ തിരുവയ്ക്കം വാഴി ശിവശംഭു എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ദേവകിയമ്മയ്ക്ക് എന്താ ഇത്ര നരകം? ജീവിത ചുറ്റുപാടുകളുണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്, പിന്നെ എന്നാ ഇത്ര നരകം? എൻ്റെ പിതാവ് ഒരു അമിത മദ്യപാനിയായിരുന്നു. അമിത എന്നൊന്നും പറയാണ്ടല്ലോ, മിതമായ മദ്യപാനിയുണ്ടോ? ഇല്ലല്ലോ, മദ്യപാനം എല്ലാം അമിതമാണ്. ഞാൻ ഇത്രയെ കുടിക്കും, കോട്ടായ കുടിക്കും, അതൊക്കെ ചുമ്മാണ്. മദ്യപാനം തുടങ്ങിയാൽ പിന്നെ അമിതം തന്നെയാണ്. തകർന്ന് തരിപ്പണമായിപ്പോയൊരു കുടുംബമാണ്. ഈ ലോകത്തിലൊരു നരകമുണ്ടെങ്കിൽ അത് മദ്യപാനിയുടെ വീടാണ്. മദ്യപാനി എന്ന് പറഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ വന്നല്ലേ? കുടിച്ചേരി വഴി കിടക്കുന്ന ജോറൂട്ടി, കോവാലൻ, പാക്കരൻ, തോമ. അവ മാത്രമല്ല മദ്യപാനിയും. ബാറിൽ പോയി കുടിക്കുന്നവനും ക്ലബ്ബിൽ പോയി കുടിക്കുന്നവനും ഒക്കെ കുടിയനാണ്. അവനെയൊക്കെ നമ്മളിട്ട് നേതാക്കന്മാരാക്കുമെന്നേ ഉള്ളൂ. ഏത് വലിയവനാണേലും കുടിയനാണ്. അവൻ്റെ കുടുംബം നരകമാണ്. ആ നരകം അനുഭവിച്ച ആളാണ് എൻ്റെ അമ്മച്ചി. അതുകൊണ്ട് അങ്ങനെ നാമം ജപിച്ചു. എൻ്റെ പിതാവ് ആഗ്രഹിച്ചൊരു മോചനം ആഗ്രഹിക്കാത്ത കുടിയന്മാരുണ്ടോ? എല്ലാവരും ഡിസംബർ 31 രാത്രി മാനസാന്തരപ്പെട്ടില്ലേ? അച്ഛന്മാർ കാസാബിലാസാഗ് കൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പോൾ എന്തോ ഒരു നെഞ്ചത്തടി, നിർത്തിയടി. പിള്ളേരുടെ തലയെ കൈവെക്കുന്നു, ഭാര്യയുടെ തലയെ എന്തോ ഒരു മാനസാന്തരമാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന, കർത്താവെ നീ വരുമ്പോൾ ഒരു ജനുവരി 5 മുമ്പായി വരണേ. കാരണം ഒരു ജനുവരി 6 ധനഹായൊക്കെ ആകുമ്പോഴത്തേക്ക് ഗെയിൻ ശങ്കരൻ കോക്കനട്രി. എൻ്റെ പിതാവ് ആഗ്രഹിച്ചൊരു മോചനം. അദ്ദേഹം പോകാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളില്ല. കഠിനമായ നോയമ്പ് നോറ്റ് 14 വർഷം ശബരിമലയിൽ പോയി. പാദഹരേ പാപഹര എന്ന് പറഞ്ഞാൽ ചെരിപ്പിടാവ് അയ്യപ്പനെ തൊഴുതാൽ പാപഹരിക്കപ്പെട്ടവനായി മടങ്ങി വരാം. കഠിനമായ നോയമ്പ് നോറ്റാണ് പോകുന്നത്. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് എന്താണ്? പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കാൻ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുവാണ് ദൈവങ്ങളുടെ മുൻപാകെ. എൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ് അപ്പൂപ്പനും അമ്മമ്മയും ഇട്ടതെങ്കിലും 10-20 വയസ്സായപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തെ ഓമനി പേരിട്ട് വിളിക്കാൻ തുടങ്ങി, കേടി കൃഷ്ണപിള്ള എന്ന്. കേടി എന്ന് പറയുന്ന ഇനിഷ്യലല്ല, സ്വഭാവം കൊണ്ട് വിളിക്കുന്നതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് എന്താണ്? നീതിമാന്മാരെ തേടിവൻ ദൈവങ്ങളുടെ അടുത്ത് രക്ഷ. അദ്ദേഹം തിരിച്ചു വന്ന് നോമ്പ് നോറ്റൻ്റെ കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ നാശത്തിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഏറ്റവും സങ്കടം, അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും നടന്ന് മദ്യപിക്കുന്ന 2 ക്രിസ്ത്യാനികളായിരുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട്, വാങ്ങിച്ചു കൊടുത്താൽ നോ എന്ന് പറയത്തില്ല, കുടിച്ച് സഹായിക്കും. ഒന്നൊരു മർത്തോമാക്കാരൻ, വേറെ സഭക്കാരൻ. ഒരു ദിവസം കുടിച്ച് വയറ് നിറഞ്ഞപ്പോൾ മർത്തോമാക്കാരൻ അച്ചായൻ പറഞ്ഞു, പിള്ളേച്ചാ നമുക്കൊരു കൺവെൻഷന് പോകാം. ചിലർക്ക് ഇങ്ങനെയാണ്, ഇത് അകത്തി എന്നാണ് കൺവെൻഷന് പോകണം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് ഉദിമൂട് ഒലുവുമല കൺവെൻഷൻ. വലിയ കൺവെൻഷനാണ്. കിഴക്കിൻ്റെ മാരാമൺ സാധു കൊച്ചുഞ്ഞുപദേശി സ്ഥാപിച്ച കൺവെൻഷനാണെന്ന് പറയുന്നത്. അന്ന് വളരെ പ്രശസ്തം, ഇപ്പം ചുരുങ്ങിപ്പോയി. തലേക്കെട്ടും കെട്ടിയ എളിയിൽ 2 കടാരി തിരി കേടി കൃഷ്ണപിള്ളയും ഇടത്തും വലത്തും 2 തുരുമ്പ് വെളിവില്ലാതെ 2 ക്രിസ്ത്യാനി കൂട്ടുകാരും പന്തലിൽ കയറാ തെങ്ങേച്ചാരി നിന്നു. അന്ന് പ്രസംഗിച്ചത് ആരാണെന്ന് എൻ്റെ അപ്പച്ചന് ഓർമ്മയില്ല, പക്ഷെ വാക്യം ഓർമ്മയുണ്ട്. കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നത് എന്നുള്ള വാക്യം ആസ്പദമാക്കി പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പിന്നെന്താ പേടിക്കാൻ? ദൈവത്തിൻ്റെ ആത്മാവിന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തലേക്കെട്ടും കെട്ടി എളിയിൽ 2 കടാരിയും തിരികെ തെങ്ങേച്ചാരിക്കുന്ന കേടി കൃഷ്ണയുടെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദര, യേശു നിന്നെയും സ്നേഹിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചാൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം പറഞ്ഞു. സഹോദര എന്ന് വിളിച്ചപ്പോഴേ പകുതി മാനസാന്തരപ്പെട്ട് കാണും. മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുന്ന ഒരാളെ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്നതാണ് സുവിശേഷം. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്റെ വീട്ടിലേക്ക് കയറിയാൽ നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. കരിമ്പാറ തകർക്കുവാൻ കെൽപ്പുള്ള ചുറ്റികയായ ദൈവത്തിൻ്റെ വചനം, ഇരുവായ്ത്തലയുള്ള വാളാൻ ദൈവത്തിൻ്റെ വചനം. എൻ്റെ പിതാവിനെ കീഴ്പ്പെടുത്തി നിറച്ച് മദ്യപിച്ചിട്ട് നിൽക്കുകയായിട്ടും എന്നെ സ്നേഹിക്കും ദൈവമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കടാരൻ്റെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് എടുത്തുചാട്ടം വെച്ചു കൊടുത്ത വിശ്വാസ വീരനാണ് എൻ്റെ പിതാവ്.
അന്നു മുതൽ ഞങ്ങളുടെ ജീവിതം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാറി. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ തലമുറയിൽ 5 പേര് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, ഞങ്ങളുടെ മൂത്ത മകൻ മാർത്തോമാ സഭയിലെ അച്ഛനാണ്. എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ മകൻ മാർത്തോമാ സഭയിലെ അച്ഛനാണ്. പിന്നെയും കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ധകാര ദൈവങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനൊരു വിചിത്ര ജീവിയാണ്. എന്താണെന്നറിയാമോ എൻ്റെ പ്രത്യേകത? നായരായി ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുകയും ലോകത്തിലെ ഏക വൈദികനാണ് ഞാൻ ഉരുവായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നായന്മാരായിരുന്നു. ഞാൻ ജനിച്ചപ്പോഴേക്കും അവർ ക്രിസ്ത്യാനിയായി. അതുകൊണ്ട് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒരുപാട് പ്രാർത്ഥന കിട്ടിയൊരു അച്ഛനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പക്ഷേ പടി അടച്ച് പിണ്ടം വെച്ചു, ഇരിക്കപ്പിണ്ടം വെച്ച് പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു.